Dear students, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നോക്കാം. അതിൽ എന്തൊക്കെ സ്റ്റേജസാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഐഡിയ ഫോർമുലേഷൻ, ദെൻ ഇൻവെസ്റ്റിഗേഷൻ, തേർഡ് വൺ ഫീസിബിലിറ്റി സ്റ്റഡി ഓർ റിപ്പോർട്ട്, ആൻഡ് ഫോർത്ത് വൺ ഇസ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ ഓരോ സ്റ്റേജും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഐഡിയ ഫോർമുലേഷൻ. എന്താ ഐഡിയ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ ഇനീഷ്യേഷൻ ഫേസ് ആണ്. ഓക്കെ, അതിലെന്താ ചെയ്യുന്നത്? നമ്മൾ എന്ത് ഐഡിയയുടെ ബേസിസിലാണോ പ്രോജക്റ്റ് ചെയ്യുന്നത് ആ ഐഡിയനെ എക്സ്പ്ലോർ ചെയ്യും, ഇലാബറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. എന്താണ് ഈ പ്രോജക്റ്റ് ഫീസിബിൾ ആവുമോ? ഫീസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമുക്കവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ? അല്ലെങ്കിൽ പിന്നെന്താ, ഈ പ്രോജക്റ്റിൽ എന്തൊക്കെ പാർട്ട്നേഴ്സ്, ആരെയൊക്കെ നമുക്ക് പാർട്ട്നേഴ്സ് ആക്കാം, എന്തായിരിക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താലുള്ള റിസൾട്ട്സ്, ഈ പ്രോജക്റ്റിൻ്റെ ബൗണ്ടറീസ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഐഡിയ ഫോർമുലേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നത് നമുക്ക് നോക്കി. ഇനീഷ്യേഷൻ ഫേസ് അല്ലെങ്കിൽ ഐഡിയ ഫോർമുലേഷൻ ഫേസിൽ നമുക്ക് 6 സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഡെവലപ്പ് ചെയ്യും ബിസിനസ് കേസ്. നമ്മൾ എന്താണോ അവിടെ ബിസിനസ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഐഡിയ ആണ്, ഒരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഐഡിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഫെസിലിറ്റീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ദെൻ സെക്കൻഡ് വൺ ഇസ് അണ്ടർടേക്ക് എ ഫീസിബിലിറ്റി സ്റ്റഡി. എന്ത് ചെയ്തു? നമ്മൾ ആ ഹോസ്പിറ്റൽ എന്നുള്ള കേസ് എടുത്തു, അവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറോടും കൂടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. മീൻസ് മാക്സിമം അത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു ആ ഐഡിയനെ. ദെൻ എന്ത് ചെയ്തു? ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്? ആ ഹോസ്പിറ്റൽ ആ ലൊക്കേഷനിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ അല്ലെങ്കിൽ അടച്ചു പൂട്ടേണ്ടി വരുമോ അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നത്. ദെൻ എസ്റ്റാബ്ലിഷ് ദ ടേംസ് ഓഫ് റെഫറൻസ്. എന്തൊക്കെ റെഫറൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യുക? അപ്പോയിന്റ് ദ പ്രോജക്റ്റ് ടീം. നമ്മൾ എന്ത് ചെയ്തു? എല്ലാ റെഫറൻസ് എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പ്രോജക്റ്റ് ടീമിനെ അപ്പോയിന്റ് ചെയ്തു. കാരണം എന്താണ്? നെക്സ്റ്റ് പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ടീം മെമ്പേഴ്സ് ആയിരിക്കും. ഇനി എന്ത് ചെയ്തു? നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രോജക്റ്റ് ഓഫീസ് അവിടെ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, പ്രോജക്റ്റ് ഓഫീസ് നമ്മളവിടെ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആ പ്രോജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യേഷൻ ഫേസ് അല്ലെങ്കിൽ ഐഡിയ ഫോർമുലേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാ? ഇൻവെസ്റ്റിഗേഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത് ചെയ്യുന്നത് ആരാ? ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഇത് ചെയ്യുക, അല്ലാതെ ഏറ്റവും താഴെയുള്ള ലേബേഴ്സ് ചെയ്യോ? ഇല്ല. അപ്പോൾ ഏറ്റവും ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സ്റ്റേജ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റൽ എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഹോസ്പിറ്റൽ നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തിൻ്റെ ബേസിസിലാണ്? നമുക്ക് കുറച്ച് എയിംസ് ഉണ്ട്. ഇത്രയും അവിടെ ഒരു റൂറൽ ഏരിയ ആണ്, അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ അതെല്ലാം ഉള്ളൊരു ഹോസ്പിറ്റൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം അല്ലേ? അപ്പോൾ നമ്മുടെ എയിംസും ഈ പ്രോജക്റ്റിൻ്റെ ഓബ്ജക്റ്റീവ്സ് എല്ലാം കൂടി അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യുന്നത്. ആ പ്രോജക്റ്റ് അവിടെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഫീസിബിലിറ്റിയിൽ ചെയ്തു അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ എന്താ, വേറെ ഏതെങ്കിലും വഴികളുണ്ടോ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേസ് ഉണ്ടോ ഇത് ചെയ്യാൻ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യുക. ഈ ഐഡിയ പ്രോജക്റ്റ് ആക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലാണ് ചെയ്യുന്നത്. ദെൻ പിന്നെ എന്താ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷനിൽ? അതന്നെ ആ പ്രോജക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മളവിടെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, പിന്നെന്താ അവിടെ ലിമിറ്റേഷൻസ്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ, കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കുമോ, പ്രോജക്റ്റ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുമോ, അങ്ങനെയുള്ള കോസ്റ്റ്, എത്ര കോസ്റ്റ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അവസാനം ഈ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് ചെയ്ത ശേഷം നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. ഓക്കെ, ഈ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഐഡിയ ഫോർമുലേഷൻ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡി. നമ്മൾ ഫീസിബിലിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? ഫീസിബിലിറ്റി എന്തായിരുന്നു? ഈ പ്രോജക്റ്റ് അവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടുമോ, ഇതുകൊണ്ട് മുന്നോട്ട് പോകണോ, അത് ഇവിടെ തന്നെ ഈ ഐഡിയ ഡ്രോപ്പ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡീസിലാണ് ചെയ്യുക. ഇത് ചെയ്തിട്ട് നമ്മൾ അവസാനം എന്താ? ഫീസിബിലിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും.
ദെൻ എന്തിനാണ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്നത്? ഈ പ്രോജക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. പിന്നെ ഇതിൻ്റെ ഈ പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്താ ഹോസ്പിറ്റലാണ് പറഞ്ഞത് അല്ലേ? ഈ ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ യൂസേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിന് പകരം വേറെ എന്തെങ്കിലും നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്താൽ മതിയോ? വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? അതായത് ഹോസ്പിറ്റലിന് പകരം വേറെ എന്തെങ്കിലും പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ ആ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോജക്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, ഒരു മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റിയാണ് അല്ലേ? അല്ലാതെ നമ്മുടെ ലേബേഴ്സോ ആരും ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല ഈ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ എന്ത്? പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്? അതിൽ 2 സ്റ്റെപ്സാണ്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് പ്രോജക്റ്റ്. അല്ല, ഐഡിയ ഫോർമുലേറ്റ് ചെയ്തു, അതിനെ ഡെവലപ്പൊക്കെ ചെയ്ത് പിന്നെ എന്ത് ചെയ്തു? അതായിരുന്നു ഇനീഷ്യേഷൻ ഫേസ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തു. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ 2 സ്റ്റെപ്സാണ് വരുന്നത്. പ്രോജക്റ്റ് ആക്ടിവേഷനും പ്രോജക്റ്റ് ഓപ്പറേഷനും. പ്രോജക്റ്റ് ആക്ടിവേഷൻ എന്താണ്? നമ്മൾ എല്ലാം ഡെവലപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്രോജക്റ്റ് ആക്ടിവേഷൻ എന്ന് പറയുന്നത്. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാ ലേബേഴ്സിനെയും സൂപ്പർവൈസറിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റാഫിനെയും നമ്മൾ എന്ത് ചെയ്തു? കോർഡിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോരുത്തർക്കുള്ള ജോബ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും, മെറ്റീരിയൽസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാമാണ് പ്രോജക്റ്റ് ആക്ടിവേഷൻ ഫേസിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഓപ്പറേഷനാണ്. പ്രോജക്റ്റ് ഓപ്പറേഷൻ എന്താണ്? നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യുകയാണ്. അതെന്താ? നമ്മുടെ ഇൻപുട്സ് മൊത്തം, നമ്മുടെ എയിംസും എല്ലാ കാര്യങ്ങളും ഇൻപുട്ടും മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് ഓപ്പറേഷൻ. നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. അതാണ് പ്രോജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നോക്കി എന്തൊക്കെയായിരുന്നു? ഐഡിയ ഫോർമുലേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി. ദെൻ 4th വൺ ആയിരുന്നു എന്ത്? പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് നോക്കാം. എന്താ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്? നമ്മൾ QSലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് 2 ടൈപ്സാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്താണ്? നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ സൈറ്റിനടുത്തായിട്ട് സിമിലർ ആയിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്ന സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ ബിൽഡിങ്ങുമായി കമ്പയർ ചെയ്തിട്ട് മീൻസ് സിമിലർ ബിൽഡിംഗ് തന്നെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? സിമിലർ കോസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിന് വരിക എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സൊക്കെയാണ് ചെയ്യണമെങ്കിൽ മീൻസ് അദ്ദേഹം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ വർക്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചെയ്ത വർക്കുകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങേർക്ക് എന്ത് പറയാൻ പറ്റും? റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് പറയാൻ പറ്റും നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാനുള്ളത്? റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലെങ്കിൽ ഫോർമൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. അതേസമയം നമ്മൾ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് വേണം. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട്. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ഓരോ നമ്മൾ മൊത്തം റഫ് കോസ്റ്റ് എന്തായാലും നമ്മൾ ഓരോന്നായിട്ട് എസ്റ്റിമേറ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സിമിലർ വർക്ക്സിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് പറഞ്ഞത്. പക്ഷേ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോൾ പ്രോജക്റ്റിനെ ചെറിയ ചെറിയ കമ്പോണൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷൻ്റെയും എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ കാര്യങ്ങളെല്ലാം
പറഞ്ഞു എന്നേ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമുക്ക് പിന്നെ എന്തറിയണം, ഓരോ വർക്കും ചെയ്യാൻ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ ഓരോന്നിലും എത്ര മെറ്റീരിയൽസ് വരേണ്ടതെന്ന് മനസ്സിലാക്കണം. മീൻസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, പിന്നെന്താ സ്റ്റീല്, എല്ലാ കാര്യങ്ങളും, ഡോറ്, വിൻഡോസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ഓരോ യൂണിറ്റിനും എത്ര രൂപ എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടി വരും. മൊത്തം എത്ര യൂണിറ്റ് ഉണ്ടെന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ യൂണിറ്റ്സിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ റേറ്റ് കിട്ടാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ ചെയ്യുന്നവരാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിഹരിക്കുന്നത് ഏതിലായിരിക്കും, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലായിരിക്കും. നമ്മൾ അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് കണ്ടിജൻസീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലേ. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്താ കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അഡീഷണലി എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പെർസെൻറ്റേജ് എമൗണ്ട് മാറ്റിവെക്കും, അതിനാണ് കണ്ടിജൻസീസ് എന്ന് പറയുന്നത്. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിനൊക്കെ ആണെങ്കിൽ 5% ഒക്കെ നമ്മൾ മാറ്റിവെക്കുന്ന കണ്ടിജൻസീസ് ആയിട്ട്, അതേസമയം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനൊക്കെ ആണെങ്കിൽ 2% ഒക്കെ മാറ്റിവെക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. പിന്നെയും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമുക്ക് എവിടെയാണ് ആവശ്യം എന്ന് പറഞ്ഞത്, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം കൂടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വെക്കണം, ഒരു റിപ്പോർട്ട് വെക്കണം. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ കാണിക്കാനുള്ളത്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ആ പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആവശ്യം എന്താണ്, നെസസിറ്റി എന്താണ്, അതുകൊണ്ട് എന്താണ് സ്കോപ്പ് അവിടെ ഉണ്ടാവുന്നത്. പിന്നെ നമ്മളെന്താ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് സ്പെസിഫിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത്. പിന്നെ അബ്സ്ട്രാക്റ്റ് ഓഫ് കോസ്റ്റ്. എന്താ അബ്സ്ട്രാക്റ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓരോ ആൾക്കാർക്കും എത്ര രൂപ കൊടുത്തു, പിന്നെ ഒരു മെഷർമെൻറ്റിന് എത്രയാണ് റേറ്റ്, കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഷീറ്റ്സ്, ഇതെല്ലാം കാണിക്കുന്ന കാൽക്കുലേഷൻസ് എല്ലാം കാണിക്കുന്ന ഷീറ്റ്സും കാൽക്കുലേഷൻ ഷീറ്റ്സും കൂടി അതിൽ അറ്റാച്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫിനാൻഷ്യലി മാനേജ് ചെയ്യണം. അത് ഫിനാൻഷ്യലി മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് എവിടെയാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്, എവിടെയാണ് ലോസ് ഉണ്ടാകുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഓഡിറ്റിംഗ്, പ്രൊക്യൂർമെൻറ്റ്, ഡിസ്പേഴ്സ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്ത് നമുക്ക് വേണം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വേണം ഒരു പ്രോജക്റ്റിൻ്റെ. ഓക്കെ. അക്കൗണ്ടിങ് നമ്മൾ കറക്റ്റായിട്ട് ഇന്ന സമയത്ത് അക്കൗണ്ടിനൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. അല്ലെങ്കിൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം അത് ചെക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരുപാട് എറേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന പ്രകാരമാണോ മുന്നോട്ട് പോകുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചെക്ക് ചെയ്യുക. ബഡ്ജറ്റ് പ്രകാരമാണ്. ബഡ്ജറ്റ് എന്താ, നമ്മളൊരു ഫിക്സഡ് എമൗണ്ടിലാണ് നമ്മൾ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് വെക്കില്ല, അതാണ് ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ തന്നെയാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ് അല്ലേ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് അല്ലേ, എങ്ങനെ പ്രോജക്റ്റ് ക്യാഷ് ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എത്രയാണ് സോഴ്സസ് ഓഫ് ക്യാഷ്, നമ്മൾ അതിനെ എന്തൊക്കെ യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു 10,000 ആണ് നമ്മുടെ ക്യാഷ് എങ്കിൽ അത് മൈനസ് യൂസസ് ഓഫ് ക്യാഷ്. യൂസസ് എത്ര, നമ്മൾ 5,000 യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ എത്രയാണ്, 5,000 ആണ് ബാലൻസ്. അങ്ങനെയാണ് ക്യാഷ് ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. എന്താ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത്ര ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു 10 lakhൻ്റെ പ്രോജക്റ്റ് ആണെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പ്രോജക്റ്റിൻ്റെ 10 lakh ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്, എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ, പ്രോജക്റ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ 10 lakhനേക്കാളൊക്കെ എക്സീഡ് ചെയ്യും പ്രോജക്റ്റിൻ്റെ കോസ്റ്റ്. സോ അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര എമൗണ്ട്, ഈ 10 lakh എന്നുള്ളത് എങ്ങനെ കിട്ടിയത്, നമ്മൾ ആ വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കി അതിൽ നമുക്ക് ബഡ്ജറ്റ് കിട്ടുന്നത്. ആ ബഡ്ജറ്റ് കിട്ടിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ബിൽസ് ഓഫ് അപ്രോപ്രിയേഷൻ. എന്താ ബിൽസ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് അപ്രോപ്രിയേഷൻ ബില്ലെന്നും പറയാം, അതിന് സപ്ലൈ ബില്ലെന്നും പറയാം, അല്ലെങ്കിൽ എന്താ സ്പെൻഡിങ് ബിൽ. ഇതെല്ലാം എന്തിൻ്റെ പേരാണ്, ബിൽസ് ഓഫ് അപ്രോപ്രിയേഷൻ്റെ പേരാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രപ്പോസ്ഡ് ലോ ആണ്. നമ്മൾ ഗവൺമെൻറ് മണി സ്പെൻഡ് ചെയ്യാനായിട്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതാണ് അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഫണ്ട് തരുന്നു, മീൻസ് നമ്മളിപ്പോൾ വാങ്ങിയ ശേഷം ഗവൺമെൻറ്റിലേക്ക് ബില്ല് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ആ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, സപ്ലൈ ബില്ലിനെയാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ബില്ലെന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലും ടെക്നിക്കൽ സാങ്ഷൻ എന്താണെന്നുള്ളതിന് AS ആൻഡ് TS എന്ന് പറയാം അല്ലേ. എന്താ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, TS എന്താ ടെക്നിക്കൽ സാങ്ഷൻ. ഫോർമൽ അക്സെപ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ എന്ന്. നമുക്ക് അതിന് വേണ്ടിയിട്ട് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതേസമയം ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വേണം, ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് കാണിക്കണം, അതേപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി, നെസസിറ്റി, സ്കോപ്പ് എല്ലാം കൂടിയുള്ള ഒരു റിപ്പോർട്ടാണിത്. പിന്നെ സ്പെസിഫിക്കേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.